ഗായ്സ്, അപ്പോൾ ഞാനും ഇതൊക്കെ രാവിലെ തന്നെ ഞാനും ഇതൊക്കെ മാത്രമല്ല ഞാനും ഇതൊക്കെ ചേച്ചി ഇവും അമ്മയും കൂടി 2 മണിക്ക് എവിടേക്ക് പോകണമെന്ന് അറിയും. അപ്പോൾ കേട്ടല്ലോ, ഇവൻ ഇന്ന് പ്രവേശനോത്സവമാണ് അംഗൻവാടിയിലെ ഫസ്റ്റ് ഡേ. എല്ലാവരോടൊക്കെ ഒരു 10 മണിയാകുമ്പോഴും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെല്ലാവരും അവരുടെ പാരന്റ്സിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇവന് കുറച്ച് മടി ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ കുട്ടിക്ക് ഇഷ്ടമായി എന്നല്ല, കുറച്ചധികം ഇഷ്ടമായി. കാരണം പിള്ളേരും പാരന്റ്സും അടിപൊളിയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അംഗൻവാടി നടക്കുന്ന ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് ആ കുട്ടികൾക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അംഗൻവാടിയിലെല്ലാം ഓപ്പൺ ചെയ്തു എന്നറിഞ്ഞു. അതുപോലെ തന്നെ പ്രവേശനോത്സവത്തിന് ഞാനും അംഗൻവാടിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വെച്ചിട്ട് പിള്ളേരെല്ലാവരും എന്നിട്ട് ഫോട്ടോസ് എടുത്തു. അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, അംഗൻവാടികളിൽ 3 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ എന്തായാലും വിടണം. അതായത് നമ്മുടെ കുട്ടികളെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സിബ്ലിംഗ്സ് ഉണ്ടെങ്കിലും വീട്ടിലിരുത്തി പഠിപ്പിക്കാതെ അംഗൻവാടികളിലേക്ക് വിട്ട് പഠിപ്പിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ സോഷ്യൽ ഇന്ററാക്ഷൻ അതുപോലെ തന്നെ പീർ റിലേഷൻഷിപ്പ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് ആയിട്ട് അംഗൻവാടികളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അംഗൻവാടികളിൽ നിന്ന് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഗവൺമെന്റ് അംഗീകൃതമായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ പേടിയും വേണ്ട. എല്ലാ തരത്തിലും കുട്ടികൾക്ക് അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഗവൺമെന്റിന് സ്നേഹം മാത്രം. ഇതിലുപരി എന്താ പറയാനുള്ളത് അല്ലേ?